അവിടുന്ന് സർവജ്ഞാനി എന്നുള്ളതാ അവിടുത്തേക്കും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. അതിനുശേഷം എബ്രായ ലേഖനകർത്താവ് അടുത്ത വാചകത്തിൽ പറയുന്നത് എന്താണ്? സകലവും അവന്റെ മുൻപാകെ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അയ്യോ, ഭയപ്പെടേണ്ടതല്ലയോ, ഭയപ്പെടേണ്ടതല്ലയോ. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടോ കൈയൊന്നും അങ്ങോട്ട് വരെ ചൂണ്ടുന്നില്ല, മൊത്തത്തിലുള്ള കാര്യങ്ങളായി പറയുന്നത്. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, ദൈവം കണ്ടില്ലെങ്കിൽ മനുഷ്യൻ കണ്ടില്ലെങ്കിലും ദൈവം കണ്ടാലും മനുഷ്യൻ കാണരുത്, ദൈവം കേട്ടില്ലെങ്കിൽ മനുഷ്യൻ കേട്ടില്ലെങ്കിലും മനുഷ്യൻ കേട്ടാലും ദൈവം കേൾക്കരുത്. അപ്പൊ നോക്കുക, ആരെയാണ് ഭയം? ആരെയാണ് ഭയം? ഇവിടെ പാപം വിടണമെന്നൊക്കെ പറഞ്ഞു, രഹസ്യ പാപങ്ങളൊക്കെ വിടണമെന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പലരും പാപം പരസ്യമായി ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം ഒരൊറ്റ കാരണമാ, ആരെങ്കിലും കണ്ടാലോ എന്നുള്ള ചിന്തയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്ക്, ഇവിടെ ഉള്ളവരല്ല, ചിലപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ആരെങ്കിലും കാണുമെന്ന് പേടിച്ച് പാപം ചെയ്യാതെ അടക്കിപ്പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് രാത്രി മുതൽ പാപം സ്വാതന്ത്ര്യമായി ചെയ്തോളുക. കാരണം എന്താ? പാപം ചെയ്തതുകൊണ്ട് മനുഷ്യൻ എന്തോ ചെയ്യാനാ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും വിശുദ്ധി സൂക്ഷിക്കേണ്ടതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം കാണുന്നു എന്നുള്ളതാണ്. അവന്റെ കണ്ണിന്റെ മുൻപിൽ എല്ലാം നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ? എല്ലാം വിഴുങ്ങിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരുത്തനെ ബസ്സേ വെച്ച് പിടിച്ചു. നാം മനോരമയിൽ വായിച്ചത് എന്തിനാ പിടിച്ചെന്നറിയാം? ഏതോ ഒരു സ്ത്രീയുടെ മാല ഇവൻ പൊട്ടിച്ചു. ആരും കാണരുതെന്ന് കരുതി അവൻ അതങ്ങ് വിഴുങ്ങി. ഈ വിഴുങ്ങിയത് പുറത്തെടുക്കാൻ പോലീസുകാർ പല അടവുകൾ നോക്കി. ആദ്യം ഇവനെ കൊണ്ട് പഴം തീറ്റിച്ചു. ശരിക്കും പഴം തീറ്റി. സാധാരണ പഴം തിന്നാൽ പുറത്തു വരേണ്ടതാ, എന്തുകൊണ്ടോ പുറത്തു വന്നില്ല. അപ്പോൾ അവര് നോക്കി, പഴം തിന്നു പുറത്തു വന്നില്ലെങ്കിൽ അടുത്തത് പുറത്തു വരാനൊരു വഴിയുണ്ട്, കപ്പ തീറ്റിക്കുക എന്നുള്ളത്. അവനെ കപ്പ തീറ്റിച്ചു. കപ്പ തീറ്റിച്ചപ്പോൾ ഇത് പുറത്തു വന്നു. കാര്യം ഇവനറിയാം, ഇവൻ ഇതിനു മുൻപ് ഇതുപോലെ പലതും വിഴുങ്ങിയിട്ടുള്ളതാ. കുറെ കഴിയുമ്പോൾ പുറത്തു വരുമെന്നും ഇവനറിയാം. പക്ഷെ ഇങ്ങനെ പിടിക്കപ്പെടുമെന്ന് അവൻ അറിഞ്ഞുകൂടാ. എങ്ങനെയാ അത് മനസ്സിലായത്? എക്സ്റേ എടുത്തപ്പോഴാ. ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, എന്റെ ഹൃദയവും കണ്ണുകളും നിറയുന്നു. ഇന്ന് രാത്രി വാത്സല്യ സഹോദരങ്ങളെ, ഇതുപോലെ വിഴുങ്ങിയിരിക്കുന്ന പലതും ഉണ്ടായിരിക്കാം, മറ്റാരും അറിയാതെ വണ്ണം. പക്ഷെ ഇന്ന് രാത്രിയില് ശാന്തപിള്ളയും നിങ്ങളും വിഴുങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. നാം ദൈവത്തെ ഭയപ്പെടണം. ഈ കണ്ണിന്റെ പ്രത്യേകത അതാണ്. വിവരിക്കുന്നില്ല. അടുത്തതിലേക്ക് വരുമ്പോൾ അതിന്റെ 15ാമത്തെ വാക്യം, 15ൽ എന്താ എഴുതിയിരിക്കുന്നത്? കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം. കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യം. നമ്മുടെ കർത്താവ് 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. 30 വർഷത്തെ ജീവിതത്തെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് എഴുതി തന്നിട്ടില്ല. ആകെ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു ദൈവാത്മാവ് അവസാനിപ്പിക്കുകയാ. 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പോയി അവിടെ നിന്ന് മാതാപിതാക്കൾ മറന്നുപോന്നു. പിന്നെ പോയി യേശുവിനെ കൂട്ടിക്കൊണ്ട് വന്നു. അടുത്തത് വായിക്കുന്നത്, അവൻ നസ്രയത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നുവെന്നാണ്. അതിനുശേഷം 30 വയസ്സുവരെ വേറെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, 30 മുതൽ 33.5 വയസ്സുവരെ അവിടുന്ന് പരസ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. ഞാനിങ്ങനെ പറയുന്നു, എത്ര മൈലുകൾ അവിടുന്ന് നടന്നിട്ടുണ്ട്. രാത്രിയിലും പകലിലുമായി എത്രയോ മൈലുകൾ അവിടുന്ന് നടന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പർവ്വതങ്ങൾ, എത്രയോ കുന്നുകൾ അവിടുന്ന് കയറിപ്പോയിട്ടുണ്ട്. എത്രയോ താഴ്വരകൾ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവിടുത്തെ ചരണം എത്രയോ ജനത്തിന് ആശ്വാസമായി തീർന്നിട്ടുണ്ട്. കുരുടർക്ക്, മുടന്തർക്ക്, കുഷ്ഠരോഗികൾക്ക്, രക്തസ്രവക്കാരികൾക്ക്, വിശന്നവർക്ക്, ദാഹിച്ചവർക്ക്, അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർക്ക് ഈ പാദങ്ങൾ ആശ്വാസമായി, ആ ചരണങ്ങൾ ആശ്രയമായി തീർന്നിട്ടില്ലയോ? ഏറ്റവും ഒടുവിലായി
ഗോൽഗോഥ മലയിലേക്ക് പോയി ആ കുരിശിലേക്ക് യേശുവിനെ കടത്തിയപ്പോൾ കൈകളിൽ ആണിയടിച്ചു കയറ്റിയതുപോലെ ആ പാദങ്ങളിലും ആണിയടിച്ചു കയറ്റിയില്ലേ? ആ പാദം ഇന്ന് പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെട്ടതാണെങ്കിലും അത് തേജസ്കരിക്കപ്പെട്ട പാദമാണ്. ആ പാദത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ് ഇന്ന് യേശുവിന്റെ പാദം. അത് ആണിയടിയേറ്റ പാദമാണ്, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന പാദമാണ്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ ആ പാദത്തെ, ആ കാലുകളെ കാണുമ്പോൾ എഴുതിയിരിക്കുന്നത് ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായവിധിയെ സൂചിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ന്യായം വിധിക്കുന്നവനാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം സമയം ലഭിക്കുമ്പോൾ എടുത്ത് വായിക്കണം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ ചക്ക് ചവിട്ടുന്നതായും അതിലെ രക്തം 200 നാഴിക ദൂരത്തെ കൊഴിയതായും അത് കുതിരയുടെ കടിവാളോളം പൊങ്ങിയതായും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും സംഭവിക്കുന്നതല്ല. മഹോപദ്രവകാലത്തിന്റെ അന്ത്യത്തിൽ ശത്രുക്കളുമായി യേശു ഏർപ്പെടുന്ന രംഗത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ പ്രവാചകനായ യെശയ്യാവും ആ അന്ത്യന്യായവിധിയെ കുറിച്ച് അഥവാ ആ കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് 63-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഏദോമിൽ നിന്ന് ഒരാള് കയറി വരിക, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് വരുന്നോൻ ഇവനാ എന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്നിട്ട് അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്, നിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ രക്തം നിറഞ്ഞിരിക്കുന്നതെന്ത്? മുന്തിരിച്ചക്ക് ചവിട്ടുന്നവനെ പോലെ നിന്റെ വസ്ത്രം എന്താണ് ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? പിന്നീട് എന്താ വായിക്കുന്നത്? ഞാൻ ജാതികളെ എന്റെ ക്രോധത്തിൽ ചവിട്ടി, ജാതികളെ എന്റെ ക്രോധത്തിൽ ചവിട്ടി. തുടർന്ന് വായിക്കുന്നു, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെയൊക്കെ ഹോളുകളിൽ ഞായറാഴ്ച ദിവസം കർത്തൃമേശയ്ക്കുള്ള ചിന്ത പറയുമ്പോൾ ചിലര് എഴുന്നേറ്റിട്ട് ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. അത് ക്രൂശിൽ ചവിട്ടിയ കാര്യം അല്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ചു കൊള്ളണം. മഹോപദ്രവകാലത്തിന്റെ അന്ത്യത്തിൽ വെള്ളക്കുതിരയുടെ പുറത്തു കയറി ഹർമഗദോൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്ന് ജാതികളെ ചവിട്ടി അവരുടെ രക്തത്തിന്റെ കറ തെറിച്ച കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഓർപ്പിച്ചതിന്റെ കാരണം, ഇനിയും ജാതികളെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനായി ഇവിടെ യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിവർത്തിയില്ല, എങ്കിലും വേഗത്തിൽ പറയട്ടെ. ഇതുവരെയും രക്ഷകനായ കരുണാവാരിധിയായ സ്നേഹവത്സലനായ യേശുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപമോചനം പ്രാപിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഈ പന്തലിന്റെ കീഴിലോ പരിസരത്തോ ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് കൃപാസനത്തിലായിരിക്കുന്നവൻ ന്യായാസനത്തിലേക്ക് മാറ്റപ്പെടാൻ പോകുക. ഇന്ന് രക്ഷിതാവായിരിക്കുന്നവൻ ന്യായാധിപനായി മാറുകയാണ്. ഇന്ന് കരുണ കാണിക്കുന്നവൻ നാളെ കോപിക്കാൻ പോകുക. അവന്റെ കാൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായിരിക്കുന്നു. അടുത്തത് വായിക്കുന്നത്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ആൾക്കാർ പറയുന്നത്, പെരുവെള്ളത്തിന്റെ മുഴക്കം പോലെയുള്ള ഒരു ശബ്ദം വേറെയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശബ്ദത്തെ കുറിച്ച് അതാ പറയുന്നത്, പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലത്തെ ശബ്ദം. ഈ ഭൂമിയിൽ അവിടുന്ന് പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങനെയല്ലായിരുന്നു അവിടുത്തെ ശബ്ദം. അവിടുത്തെ ശബ്ദത്തെ കുറിച്ച് അവന്റെ വിരോധികൾ പോലും പറഞ്ഞതെന്താ? അവന്റെ ലാവണ്യവാക്കുകൾ അവ ഏതൊരു മുറിവിനെയും ഉണക്കുന്ന, വേദനിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന ലാവണ്യ വാക്കുകളാണ് യേശുവിനുള്ളത്. പക്ഷെ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, അവന്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. യഹോവയുടെ ശബ്ദത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് 27-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഇന്ന് രാത്രി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 27, 29 സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന യഹോവയുടെ ശബ്ദത്തിന്റെ 3 പ്രത്യേകതകൾ ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, അത് തകർക്കുന്ന ശബ്ദമാണ്.
രണ്ട്, അത് കുലുക്കുന്ന ശബ്ദമാണ്. മൂന്നാമത് അത് ഉണ്ടാക്കുന്ന അഥവാ മേക്ക് ചെയ്യുന്ന ശബ്ദമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. 29 സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദത്തെ വിഭജിച്ച് ചിന്തിച്ചാൽ ആ ശബ്ദം തകർക്കുന്ന ശബ്ദം, ആ ശബ്ദം കുലുക്കുന്ന ശബ്ദം, ആ ശബ്ദം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. വാസ്തവത്തിൽ നമുക്ക് ഈ മൈക്കിന്റെ ശബ്ദം തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്പം കൂടി കഴിയുമ്പോൾ അങ്ങേ മൂലയ്ക്കും ഇങ്ങേ മൂലയ്ക്കും നിന്നുകൊണ്ട് ഈ മൈക്കൊക്കെ ക്രമീകരിക്കുന്ന ആളിനെ നോക്കിയിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കും. നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ പ്രസംഗിക്കുന്നവൻ ഇങ്ങനെ കാണിക്കാൻ പറയും. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയും കാണിക്കുക. കുറയ്ക്കണം, കൂട്ടണം. നമുക്കത് അസഹനീയം തന്നെയല്ല. ഈ ദിവസങ്ങളിൽ എന്നോട് പലരും പറയും, എന്റെ പൊന്നു ബ്രദറെ, 2008 ചാകാൻ പോയ ആളല്ലേ, ദൈവം ഉയർപ്പിച്ചില്ലേ, ഇത്രയും ശബ്ദം വെക്കരുത്. ഞാൻ ഇന്ന് ശബ്ദം വെച്ചോ എനിക്കറിയാൻ വയ്യ, ചിലപ്പം പോയി കാണും. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ശബ്ദം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യപുത്രനോട് സദൃശനായി വെള്ളനിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടിയവനായി മഹത്വധാരിയായ യേശുവിന്റെ ശബ്ദത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലത്തെ ശബ്ദം. എന്താണ് ഈ ശബ്ദം കുറിക്കുന്നത്? ഇതും ന്യായവിധിയുടെ ശബ്ദമാണ്. ഈ ശബ്ദം ഒരിക്കൽ കേൾക്കാൻ പോകുക ആര്? രക്ഷിക്കപ്പെടാത്തവര്, പാപമോചനം പ്രാപിക്കാത്തവര് ഈ ശബ്ദം കേൾക്കാൻ പോകുക. എന്താണ്? ശപിക്കപ്പെട്ടവര് എന്നെ വിട്ട് പോകുവീൻ എന്നുള്ള ശബ്ദമാണ് അവർ കേൾക്കുവാൻ പോകുന്നത്. അവന്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലത്തെ ശബ്ദം. അടുത്തത് വായിക്കുന്നത് 16 വാക്യം. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിവരിക്കുന്നില്ല. അവന്റെ വലം കൈ, ഈ കൈ ആണിപ്പാടുള്ള കൈയാണ്. ഈ കൈ തൊട്ട് അനേകരുടെ കണ്ണുകൾക്ക് സുഖം കൊടുത്തിട്ടുണ്ട്, കാഴ്ച കൊടുത്തിട്ടുണ്ട്. ഈ കൈ തൊട്ട് അനേക കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഈ കൈ കൊണ്ട് 5 10 5000 പേരെ പോഷിപ്പിക്കത്തക്കവണ്ണം അത് വലുതാക്കി